Kanipayur Krishnan Namboodiripad. The Kanipayur family is prominent in the practice of traditional architecture, temple building and astrology. Presently, the Kanipayur family is headed by Krishnan Namboodiripad. He is specialized in Sthapatya Veda and Vastu Shastra. He is also the Dean of Vastuvidya Gurukulam, Vastuvidya Pradhishthanam Kozhikode and Vastu Academy Trivandrum. വളരെ സന്തോഷമുള്ള കാര്യമാണ് പ്രായമായിട്ടുള്ള ഇങ്ങനെ ഒരു അറിവുള്ള ഒരു ബിഷപ്പിനെ കണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെ പറയട്ടെ. പ്രായമുള്ളവരൊക്കെ അനുഗ്രഹം ഉണ്ടാവേണ്ടതാണ്. അങ്ങോരായിട്ട് ഇങ്ങനെ കുറച്ച് നേരം സംസാരിക്കാനും അതുപോലെ തന്നെ പല വിഷയങ്ങളെന്ന് പറയട്ടെ, അദ്ദേഹത്തിൻ്റെ വിഷയങ്ങളും നമുക്ക് എത്താൻ പറ്റില്ല എങ്കിലും അതിനോട് ഒന്ന് യോജിച്ച് കുറച്ച് നേരം വർത്തമാനം പറയാവുന്നതിലും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവാനും അതുപോലെ തന്നെ ഈ വിഷയങ്ങളിലൊക്കെ എല്ലാവർക്കും അറിവുണ്ടാവാനും എല്ലാവരോടും പ്രാർത്ഥിക്കുന്നു. അതിന് നിങ്ങൾക്കും ഒരു സന്ദർഭം ഉണ്ടാവട്ടെ. എനിക്ക് ആ സന്ദർഭം ഉണ്ടായതിൽ വളരെ സന്തോഷമുണ്ട് എന്നറിയിക്കുന്നു. നമസ്കാരം. നമസ്കാരം. വലിയ സന്തോഷം കണ്ടത്. ഇന്ന് കുന്നംകുളത്ത് വരികയാണ്. ഇപ്പോൾ ജ്യോതിഷത്തിനുള്ള സ്വീകരണം വർദ്ധിച്ചു വരികയാണ്. ജ്യോതിഷത്തിനും അതേമാതിരി തന്നെ വാസ്തുശാസ്ത്രം അല്ലെങ്കിൽ അച്ചുശാസ്ത്രം എന്ന് പറയുന്നത് വർദ്ധിച്ചു വരികയാണ്. രണ്ടിനും അതെ. ജനങ്ങളുടെ മധ്യത്തിൽ അതെ. അതിന് ഒരു പ്രധാന കാരണം നമ്മളെ ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെന്ന് വെച്ചാൽ ഈ പ്രകൃതിയിൽ നോക്കിയാൽ മരങ്ങളുണ്ടാവും. നമ്മളിപ്പോൾ ഒരു റോട്ടിൽ കൂടെ പോവുകയാണ് വിചാരിക്കുക, മരമൊക്കെ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കും. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യൻ്റെ കുറച്ചെങ്കിലും വെളിച്ചം അവിടെ കിട്ടും. അതേമാതിരി നമ്മൾ വീടിൻ്റെ 4 വശത്തും വൃക്ഷങ്ങൾ വെച്ച് വിചാരിക്കുക, ആ വൃക്ഷങ്ങൾ നമ്മുടെ വീടിൻ്റെ മുകളിലേക്ക് ചാഞ്ഞു വരും, അവിടെ കുറച്ച് വെളിച്ചം കിട്ടും. അതുപോലെ തന്നെയാണ് പക്ഷി മൃഗാദികൾ. എന്താ അവർ ചെയ്യുക, വെളിച്ചമായി സൂര്യൻ്റെ വെളിച്ചം വരാറാവുമ്പോഴേക്കും അവർക്കൊരു സന്തോഷം. അവർ ചില കോഴി കൂവുകയും പക്ഷികൾ ചില ശബ്ദങ്ങൾ ഉണ്ടാക്കുകയും. അപ്പം നമ്മൾക്ക് അവർക്കൊക്കെ അറിയാം നമുക്ക് ഈ തരുന്ന വെളിച്ചം അല്ലെങ്കിൽ ശക്തി സൂര്യനാണെന്നുള്ളത്. അപ്പം ആ പ്രകൃതി നിലനിർത്താൻ എന്താണോ വേണ്ടത് അതിനനുസരിച്ചാണ് ആരുടെ ശാസ്ത്രമായാലും ഏത് മനുഷ്യൻ്റെ ഉന്നമനത്തിനുള്ളതായാലും അത് നോക്കിക്കൊണ്ടാണ് എല്ലാ ജീവജാലങ്ങളും നിലനിർത്തുന്നത്. അത് മനുഷ്യൻ്റെയും പ്രകൃതി അതാ. അതിപ്പോൾ ഇവിടെ ഇന്ത്യയിലൊന്നുമില്ല, ഭൂലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും ഈ സൂര്യന് മാറ്റമില്ല. അപ്പം അതിൽ നിന്ന് എങ്ങനെയാണ് സംഭരിക്കാൻ പറ്റുക, നമ്മളെ ആയുസ് നിലനിർത്താൻ പറ്റുക? അപ്പം അതിന് ആയുർവേദം ഉണ്ടാവും. നമുക്ക് ചൂടിൽ നിന്ന് രക്ഷിക്കാൻ നമ്മൾക്ക് ഒരു വീട് വേണമെച്ചാൽ അത് നോക്കും. അതേമാതിരി നമ്മൾ മനസ്സിനെ അടക്കി നിർത്തണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് ദൈവത്തിനെ ആയാലും നമ്മൾ പ്രാർത്ഥിക്കും. എങ്ങനെയാണ് അത് പറ്റുക നോക്കുക, അതല്ലേ മനുഷ്യനുള്ളൂ. അപ്പം നമ്മൾ ശാസ്ത്രങ്ങൾ ഏതായാലും അല്ലെങ്കിൽ മനുഷ്യന് ഈ പറഞ്ഞവരാരായാലും ആ നിലനിൽപ്പിന് എന്താ വേണ്ടതെന്നേ ഉള്ളൂ. അത് എങ്ങനെ കിട്ടും എന്നുള്ളതാണ് പിന്നെ ചോദ്യം. ആ കിട്ടണത് പ്രകൃതിയിൽ നിന്നല്ലേ കിട്ടുള്ളൂ. അപ്പോൾ ആ പ്രകൃതിക്ക് അനുയോജ്യമായ വിധത്തിലുള്ള ജീവസന്ധാരണമാണ് ഏത് വിഭാഗത്തു നിന്നായാലും അതിനുള്ള വഴികളാണ് അല്ലെങ്കിൽ അതിനുള്ള നിർദ്ദേശങ്ങളാണ് നമ്മളെ പൂർവികരെ ഋഷിമാരെന്ന് പറഞ്ഞാലും വേണ്ടില്ല, ആര് പറഞ്ഞാലും വേണ്ടില്ല, അവർ കണ്ടെത്തിയിട്ടുള്ളത്. ഞാൻ 2 ദിവസം മുമ്പ് തിരുവല്ലായിരുന്നു ആയുർവേദ ആശുപത്രി ഓപ്പൺ ചെയ്യാൻ പോയി. ഞാൻ ആയുർവേദം സംബന്ധിച്ചൊന്നും അറിയാവുന്ന ആളാണ്.
എന്നോടുള്ള സ്നേഹം കൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ആയുർവേദം ഇത് ഒന്ന് മുമ്പേ പറഞ്ഞത്, അതായത് മനുഷ്യനെ അവൻ്റെ രോഗത്തോട് എതിർപ്പാൻ ശക്തീകരിക്കരുത്. രോഗിയായിട്ടല്ല, രോഗത്തെ അല്ല, ദേഹത്തിനെയാണ് ഈ യോഗ എന്ന് പറയുന്നത്. അതാണ് യോഗാണ്. അതിന് ഇതിൻ്റെ അനുസരിച്ചിലാക്കാം. അതെ, അതൊന്ന്. രണ്ട്, ഈ പ്രകൃതി ഈശ്വരൻ സൃഷ്ടി ഞങ്ങളുടെ ചെയ്തതിന് ശേഷമാണ് മനുഷ്യനെ സൃഷ്ടി. അതെല്ലാവരും അത് തന്നെ, എല്ലാ മതത്തിലും അത് തന്നെയാണ്. അല്ലാണ്ട് ആദ്യം ഉണ്ടായത് മനുഷ്യനാന്ന് പറയുന്നില്ല. അതുകൊണ്ട് പ്രകൃതിയുമായി ബന്ധപ്പെടാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. നമുക്കിപ്പം ഈ ആയുർവേദത്തിലുണ്ട് കർക്കിടക മാസത്തിൽ ചികിത്സകള് കഴിഞ്ഞു. ഇത് കർക്കിടക മാസത്തിൽ നമുക്ക് ജോലിയില്ല, മനസ്സിലായി. അപ്പം തന്നെ നമ്മൾ സ്ട്രെങ്ത് ഗ്യാദർ ചെയ്തുകൊണ്ട് ചിങ്ങമാസത്തിൽ ജോലി ചെയ്യും. അപ്പം അത് പ്രകൃതിയുമായി ബന്ധത്തില് ആരോഗ്യം നിലനിർത്താൻ പ്രകൃതിയായിട്ട് ആരോഗ്യം നിലനിർത്താൻ പറ്റുള്ളൂ. അതിനുള്ള അനുകരണം അല്ലെങ്കിൽ അനുസരണം എന്താണോ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന അത് സ്വീകരിക്കാനുള്ള വഴികളാണെന്നർത്ഥം. ഈ പണ്ട് നമ്മള് നട്ടുച്ചയ്ക്ക് കളിക്കുകയില്ല, രാവിലെ കളിക്കും, വൈകിട്ടും കളിക്കും, ഉച്ചയ്ക്ക് വിശ്രമിക്കും, കഞ്ഞിയോ കുട്ടി വെച്ച് കിടക്കും. അതെ. അപ്പോൾ അതുകൊണ്ട് അതിനൊരു കഥയാണ്. നമ്മുടെ ഒരു മന്ത്രി ഉണ്ടായിരുന്നില്ല എറണാകുളത്ത്, മിടുക്കാനില്ല. പിന്നെ അങ്ങ് സെൻറ്ററിൽ പോയി അങ്ങനെ പറഞ്ഞു, ഈ പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സ് എല്ലാം കൂടെ ശമ്പളം കൂട്ടണമെന്ന് പറഞ്ഞു. അവർ അങ്ങനെ ചോദിച്ചു, നിങ്ങൾക്ക് എന്തിനാ ശമ്പളം? നിങ്ങളുടെ പള്ളിക്കൂടം, നിങ്ങളുടെ വീടിൻ്റെ പറ്റത്താ പള്ളിക്കൂടം, അവിടെ പോയി നിങ്ങൾ രാവിലെ കളിച്ച് 10 മണി വിശ്രമിക്കും പള്ളിക്കൂടത്തിൽ. അത് ശമ്പളം അങ്ങോട്ട് തരണം, ഇങ്ങോട്ട് തരണം. അതേപോലെയാണ് നമ്മളിപ്പോൾ ഈ പ്രകൃതി എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ സൂര്യനെ പറഞ്ഞു വിചാരിക്കുക. നമ്മൾ ഈ മുമ്പ് പറഞ്ഞ പോലെ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ നമുക്ക് സന്തോഷം ഇതാണ്. അതേ സൂര്യൻ തന്നെയല്ലേ വൈകുന്നേരം അസ്തമിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഒരു ദിവസം പോയി എന്ന് പറയും, ഇല്ലേ? അപ്പോൾ എന്താണ്, നമുക്ക് ഏത് പ്രകൃതിയാണോ നമുക്ക് ജീവൻ നിലനിർത്താൻ തരുന്നത്, അതേ പ്രകൃതി തന്നെയാണ് നമ്മളിൽ നിന്ന് ഒരു ജീവൻ എടുത്തു കൊണ്ടുപോകണതും. അപ്പോൾ നമ്മൾ ആ പ്രകൃതിയെ അത്രയും സ്നേഹിച്ചില്ലെങ്കിൽ നമ്മുടെ പേരം വിട്ടുപോയല്ലോ, എഞ്ചിനീയർ സുരേഷിന്റെ വീട്ടിൽ ഞാൻ പോയി. അത് നല്ല വിശാലമായ നല്ല കാറ്റ്. അതിന് നേരെ അപ്പുറത്തെ ഒരു ഗൾഫിൽ നിന്ന് വന്ന ഒരുത്തന്, അവൻ വലിയ കെട്ടി അടച്ചേ. അപ്പം ഞാൻ സുരേഷിനോട് പറഞ്ഞു, അവനെ വളരെ കാശ് മുടക്കി താമസിക്കാൻ കൊള്ളാത്ത വീട്ടിലായി, വളരെ കാശ് കുറച്ച് മുടക്കി നല്ല ഒന്നാം അതാണ് ആ പ്രകൃതി യോജിച്ച തരത്തിൽ വേണമെന്നുള്ള. അതെ, പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ. നമുക്കറിയാം, ഈ കാറ്റടിക്കുന്ന മഴ അടിക്കും, അതെല്ലാം അടിച്ച് അകത്ത് കയറുന്നത്. അതെ, അതല്ലേ വേണ്ടത്, നമുക്ക് അകത്ത് വേണ്ടത് പ്രകൃതിയിൽ നിന്നുള്ളതല്ലേ വേണ്ടത്. അതെ. പിന്നെ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ഭാവി നന്നാകാനായിട്ട്, അതിന് നന്നാകാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അതാണ്. ഇപ്പോഴത്തേതല്ല. അല്ല, ഇപ്പം ഞാനൊരു വാഴ കുഴിച്ചിടും, ഒരു ഗുണവുമില്ല. അതിന് കാരണമുണ്ട്. നമ്മൾ മുമ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രകൃതിയിൽ നിന്നിട്ട് വേണ്ടത് സ്വീകരിക്കുകയും വേണ്ടാത്തത് തള്ളിക്കളയാനുള്ള നോക്കാം. ഇന്നതില്ല. ഒക്കെ എങ്ങനെയാണോ സംഭരിക്കാൻ പറ്റുക നോക്കുകയുള്ളൂ. അപ്പോൾ വേണ്ടതും വേണ്ടാത്തതും ഒക്കെ. അതെ, ചിലത് സ്വീകരിക്കണം, ചിലത് സ്വീകരിക്കണം. അതും മനസ്സിലാക്കണം. അത് മനസ്സിലാവണം. പിന്നെ ആയുർവേദത്തിൽ ഞങ്ങളുടെ അവിടെ ഒരു വൈദ്യനുണ്ടായിരുന്നു, ആയുർവേദം. അന്നൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ആയുർവേദം ആശുപത്രിയൊക്കെ കുറവാണ്. വൈദ്യന്മാരവിടെ പോയി അവർ മരുന്ന് തരും.
അപ്പോൾ ഈ വൈദ്യൻ കുറച്ച് മരുന്ന് എൻ്റെ വല്യപ്പച്ചന് സുഖക്കാരൻ അത് എഴുതി തരും ഇങ്ങനെ. അപ്പം ഞാൻ ചോദിച്ചു, വൈദ്യൻ ഞങ്ങളുടെ ഒരു സ്നേഹിതൻ, എൻ്റെ വൈദ്യരെ ഈ മരുന്നൊക്കെ എവിടെ കിട്ടും, ഇത് എങ്ങനെ പോയി വാങ്ങിക്കും? ഉടനെ അദ്ദേഹം എന്നോട് പറഞ്ഞു, കുഞ്ഞിൻ്റെ വീടിനില്ലേ, ഞാൻ പറഞ്ഞു അതൊക്കെ അതിൻ്റെ തെക്കേ വശത്തൊരു പ്ലാവില്ല, അതിന് പടിഞ്ഞാറോട്ട് പോകുന്ന ഒരു കമ്പുണ്ടല്ലോ, ആ കമ്പിൻ്റെ അടിയിൽ ഈ ചെടിയെല്ലാം ഉണ്ടാവും. അതാണ് പ്രകൃതിയുടെ അതായത് അപ്പോൾ അതിൻ്റെ അർത്ഥം പ്രകൃതിയിൽ തന്നെ ഈ പ്രകൃതി ദോഷം നശിപ്പിക്കാനുള്ള സാധനം അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് എല്ലാ പുരയിടത്തിലും ഉണ്ട്. അതന്നെ ആയുർവേദ ചികിത്സയിൽ ചെലവ് കുറവാണ്. ഇപ്പൊ കൂടിയുണ്ട് എന്തായാലും. മുമ്പ് അങ്ങനെ അല്ല, ഏതെങ്കിലും മരുന്ന് പറിക്കുക, നമ്മൾ അതിൻ്റെ അതൊക്കെ ഇട്ട് കഷായം ഉണ്ടാക്കുക, കൊടുക്കുക, എന്നിട്ട് വൈദ്യര് വരും. വരുന്നത് ശരിയാണോ നോക്കും. വൈദ്യരും നമ്മളും കൂടെ ഒരുമിച്ചാണ് ചികിത്സിക്കണം, മറ്റു വെവ്വേറെ അല്ല. ഇന്നിപ്പോ അതില്ല. അപ്പൊ അതങ്ങനെ ഒരു ഗ്രാമത്തിന് പറ്റിയത്. അതാണ് നമ്മുടെ പൂർവികരും ആരായാലും അവര് കണ്ടെത്തുന്നത്. ഇത് എങ്ങനെ നിലനിർത്താൻ പറ്റുന്നുള്ള പ്രകൃതി നിരീക്ഷണ, പ്രകൃതിയിൽ നിന്ന് എങ്ങനെയാണ് പറ്റുക എന്നുള്ളതാണ്. അല്ലാണ്ട് പ്രകൃതി വിട്ട് വേറൊന്നുമില്ല. അതുപോലെയാണ് ഈ മനോരമയിലെ ഇപ്പൊ ഈ ഞായറാഴ്ച നക്ഷത്രഫലം എഴുതുന്നുണ്ട്. അത് എൻ്റെ അനുജന ഇപ്പൊ എഴുതണത്. ആണോ? അതെ. അപ്പം ഞാൻ അത് എന്നും വായിക്കും. മനോരമ അത് എല്ലാ ഞായറാഴ്ചയും ഞാൻ വായിക്കും. അപ്പം എൻ്റെ പെങ്ങളുടെ മക്കളെ എല്ലാം എന്നെ കളിയാക്കും. എന്നാൽ ഞാൻ പറഞ്ഞു, ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഞാൻ വായിച്ച് കേൾപ്പിച്ചപ്പോൾ 2 ഞായറാഴ്ച കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇത് സത്യമാണെന്നല്ലോ. നമ്മൾ അതാ അദ്ദേഹം പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളത് കൊണ്ട്. സുരേഷ് പറഞ്ഞത് തെറ്റാന്ന് പറയണത് ശരിയല്ല. അതാണ് ഈ ആയുർവേദത്തിൻ്റെ തിരുമ്മും കഷായവും ഒക്കെ കഴിക്കാത്ത ഒരു ചുരുക്കമാണ്, വളരെ ചുരുക്കം. അതായത് പ്രത്യേകിച്ച് സുഖക്കേട് വരാതിരിക്കാൻ കൂടെ നല്ലതാണ്. അതെ, നമ്മളെപ്പോഴും അതിനെ പ്രകൃതിയിൽ നിന്ന് സംരക്ഷിക്കാനുള്ള വഴിയല്ലേ നോക്കേണ്ടത്. അപ്പോൾ അതൊരു സംരക്ഷണ ഉപാധിയാണ് ഇതൊക്കെ. ആയുർവേദ ചികിത്സയായാലും വേണ്ടില്ല, നമ്മൾ അതേപോലെ തന്നെ ഗൃഹം പണി ചെയ്തിട്ട് നമ്മുടെ അതിയായ ശൈത്യമോ അതിയായ ചൂടോ നമ്മൾക്ക് ഏൽക്കാതെ കണ്ട് പ്രകൃതിയിൽ നിലനിർത്താൻ പറ്റിയാൽ അതൊക്കെ ഒരു സംരക്ഷണ ഉപാധിയാണ്. നമ്മൾ സ്വയം സംരക്ഷിക്കാം, പ്രകൃതിയെ സംരക്ഷിക്കാം, ആ പ്രകൃതിയിലുണ്ടാകുന്ന വൃക്ഷലതാദികളെ സംരക്ഷിക്കാം. അപ്പം അന്നൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾക്കൊക്കെ തരുന്ന കാപ്പി ഓരോ ഇലയോ മറ്റേ കുരുവല്ല അതെല്ലാം കൂടെ തുളസി ചുക്കുണ്ടാവും, പിന്നെ തുളസി ഇല ഉണ്ടാവും. അങ്ങനെ ചുക്കും തുളസിയും അതൊക്കെ ഞങ്ങൾക്ക് പിള്ളേർക്ക് ഇഷ്ടമാണ്. ശർക്കരയും ഉണ്ടാവും. അതെ, അതുകൊണ്ട് പ്രകൃതി ദൈവം സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയാണ്, സംശയമില്ല. അപ്പോൾ ആ പ്രകൃതിയെ നിലനിർത്തണം, ഉപയോഗിക്കണം, ദുരുപയോഗപ്പെടുത്തരുത്. ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക മരങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞതിൻ്റെ ദോഷം. ഇന്നത്തെ പട്ടിണിയുടെ ഒരു കാര്യം അതാ. മുമ്പ് ചക്ക ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ചക്കയുടെ കാലത്ത് ചക്ക, മാങ്ങയുടെ കാലത്ത് മാങ്ങ, മറ്റുള്ളതിൻ്റെ ഓരോ കാലത്തും അതാതിൻ്റെ കാലത്തിനനുസരിച്ചത്. പിന്നെ ഭാവിയെ കണ്ടുകൊണ്ട് വേണം ഇപ്പോഴത്തെ കാര്യങ്ങളെ ക്രമീകരിക്കാൻ. അതായത് ഇപ്പം ഞാൻ കല്യാണം കഴിക്കാൻ പോവാണെങ്കിൽ
എൻ്റെ പണം മുഴുവൻ ആദ്യം കഴിച്ച ഷർട്ടായാലും മുണ്ടേലും കൂടെ കളഞ്ഞാൽ പിള്ളേരെ എങ്ങനെ വളരും? അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ആലോചിച്ച് ചെയ്യണം. അത് നമുക്ക് ഈ ഒത്തിരി വേഷം ഇടുന്നത് നമ്മുടെ രാജ്യത്ത് ഈ വലിയ ചൂടൊന്നുമില്ല. മറ്റേ പാശ്ചാത്യ രാജ്യത്ത് ഭയങ്കര തണുപ്പാണ്, അവർക്ക് പ്രൊട്ടക്ട് വൃത്തിയില്ല. നമ്മളിൽ നിന്ന് അതെല്ലാം കൂടി ഇവിടെ ഇട്ടുള്ള വെസറെല്ലാം ഉണ്ടാക്കി പ്രകൃതിക്ക് യോജിക്കില്ല. അതുകൊണ്ട് ഓരോ രാജ്യത്തെ പ്രകൃതിയോട് ആശ്രയിച്ചാണ് ജീവിതം വേണ്ടതും ഭക്ഷണവും വേണം. അതിന് ഇതിലൊക്കെ ആയുർവേദത്തിലൊക്കെ പറയേ ഋതുചര്യ എന്നാ പറയേ, ഋതുക്കളനുസരിച്ചിട്ടുള്ള ഭക്ഷണം. 2 ദിവസം മുമ്പ് ഒരാഴ്ച മുമ്പ് ഞാൻ ഒരു ആയുർവേദ ആശുപത്രി ഒരു അലോപ്പതി ആശുപത്രി കൊയ്യാലിൻ്റെ പുല്ലൻ്റെ വീട് ആയുർവേദ ആശുപത്രിയുടെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നുണ്ട്. അവർ തന്നെ നല്ലതായി. അതിനൊരു ഗുണം ഇയാളിൻ്റെ ടെമ്പറേച്ചർ, അവൻ്റെ ബ്ലഡ് പ്രഷറൊക്കെ അവിടെ നോക്കാം. മറ്റേത് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അന്ന് വൈദ്യന്മാർ തന്നെ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഈ മറ്റുള്ളവരെ പഴിക്കുകയല്ല, യോജിച്ച് പോവുക വേണ്ട. അതാ വേണ്ടി. സംശയമില്ല. ഈ ശിശുക്കൾക്കൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ ഹോമിയോപ്പതി മരുന്ന് നല്ലതാണ്. യങ് പീപ്പിളിനൊക്കെ ആയുർവേദം, വല്യപ്പനും അല്ലോപ്പതി, വല്യപ്പൻ ആയുർവേദം. എൻ്റെ വല്യപ്പച്ചനുമൊക്കെ ഇപ്പം എണ്ണയൊക്കെ അതൊക്കെ വലിയ കാശി അവർ തന്നെ ഡോക്ടർ വരും, ആ വൈദ്യം വന്ന് അതെല്ലാം അതിൻ്റെ പരുവമൊക്കെ നോക്കിയൊക്കെ പറയും. അതുപോലെ ഈ വൈദ്യന്മാരെ നമ്മുടെ ഗ്രാമത്തിൻ്റെ ഭാഗമായിരുന്നു. അതെ, അത് ഓരോ ഗ്രാമത്തിലും അവിടെ വൈദ്യന്മാരുണ്ടാവും, ആശാരിമാരുണ്ടാവും, കൊല്ലന്മാരുണ്ടാവും. അതായത് എന്തൊക്കെ നമ്മുടെ നിലനിൽപ്പിന് വേണോ ആ നിലനിൽപ്പിനുള്ളത് എല്ലാം ആ ഗ്രാമത്തിൽ ഉണ്ടായിക്കൊള്ളണം. അതായത് ആ ഗ്രാമത്തിൽ വസിക്കുമ്പോൾ ആ ഗ്രാമത്തിൽ നിന്ന് പുറത്തു പോകേണ്ട ആവശ്യമില്ല. കൃഷിസ്ഥലം വേണം. ആ കാരണത്താൽ ചിലവ് കുറവായിരുന്നു. ഇതിപ്പോൾ ഡോക്ടറെ വരുത്തുന്ന പിന്നെ അയാൾ പറയും അവിടെ പോകണം, ഒരു ആവശ്യത്തിന് വേറെ സ്ഥലത്ത് പോകണം. അതില്ല മുമ്പേ. അതായത് ഇന്നും കോളനി അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ച് താമസിക്കാൻ ഉണ്ടാക്കണേന് ആ സൗകര്യം വേണം എന്നുള്ളതാണ് തത്വം ശരിക്കും പറഞ്ഞാൽ. അതെ. ഇപ്പം എന്താ, ഒരാൾ ഉരുതിക്കുന്ന എണ്ണീട്ട് മറ്റൊരുത്തി ഓടി, അവിടുന്ന് വൈകുന്നേരം ഇങ്ങടന്നെത്തി. അങ്ങനെയല്ല അന്നത്തെ ജീവിതം എന്നർത്ഥം. നമുക്ക് ഇന്ന് നമ്മുടെ ഈ ഗ്രാമങ്ങളിലെല്ലാം ഒരു ആയുർവേദ ഡോക്ടറെ കൂടെ ആക്കണം. എല്ലാ ഗ്രാമങ്ങളിലും വേണ്ടതാണ്. നമുക്ക് ഏതുകൊണ്ടാണ് അലോപ്പതിയോ അല്ലെങ്കിൽ ആയുർവേദോ ഹോമിയോ ഏതുകൊണ്ടാണ് നമുക്ക് ഗുണം കിട്ടുന്നത് അത് വേണം. അപ്പം അതിനുള്ള സംവിധാനവും സൗകര്യവും. ഞാനതല്ല പറയുന്നത്, ആയുർവേദം മനുഷ്യനെ ബിൽഡപ്പ് ചെയ്യാൻ, രോഗം ബന്ധപ്പെട്ടല്ല, മനുഷ്യന് ആയുസ്സിനെ നിലനിർത്താനുള്ള അതാണ് അതിന്റെ പ്രാധാന്യം. മറ്റേത് രോഗവുമായിട്ട് മാത്രം ബന്ധപ്പെട്ട ഏതാ രോഗിച്ച ആ രോഗത്തിനുള്ള ചികിത്സ ഇതല്ല. അതുകൊണ്ട് ഈ ആയുർവേദം പഠിച്ച ഒരാൾ ഒരു ഗ്രാമത്തിലുണ്ടാവണം. ജ്യോതിഷം എന്ന് പറഞ്ഞാൽ നാളെ എന്തോ ഭവിക്കുമെന്ന് പറയുന്നതല്ല. ഈ ജീവിതം പോയാൽ എവിടെ ചെന്ന് അവസാനിപ്പിക്കുന്നുള്ളത്. അതായത് ഇപ്പം ഞാൻ ഒത്തിരി കഴിക്കുകയാണെങ്കിലും അങ്ങ് വണ്ണം വരും. വണ്ണം വെക്കുകയാണെ ഞാൻ ജോലി ചെയ്യുകയില്ല, അന്നേരം പട്ടിണിയാവും. മറ്റേതാണെങ്കിൽ കിളയ്ക്കുകയൊക്കെ സാധനം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുന്നത്
നീ കളിക്കണം, അതായത് എക്സസൈസ് വേണം. ഇപ്പോൾ യോഗ, അതുകൊണ്ട് എക്സസൈസ് വേണം. അതുപോലെ ഈ ഒത്തിരി ഫാറ്റി ആയിട്ടുള്ളതെല്ലാം കഴിക്കരുത്. പിന്നെ ഈ ബുദ്ധിയെ മന്ദിപ്പിക്കുന്നത് കഴിക്കരുത്. അങ്ങനെ ഈ ഭാവി ആകണമെങ്കിൽ ഇന്ന് ചെയ്യുകയാണെങ്കിൽ, അതായത് എൻ്റെ അമ്മച്ചി ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ ഒത്തിരി മധുരം കഴിക്കും. അപ്പോൾ എൻ്റെ കുഞ്ഞെ നീ കഴിക്കരുത്, എന്നെ കുറച്ച് കഴിയുമ്പം ഡയബറ്റീസ് മൂത്രമുണ്ടായി, നീ ഒന്നും കഴിക്കാൻ വയ്യാതെ വരും. അപ്പം എൻ്റെ അമ്മച്ചി കണ്ടോ പറഞ്ഞോ, ഞാൻ പറഞ്ഞ അമ്മച്ചിക്ക് അങ്ങനെ വരുമെന്നോട് എനിക്ക് വരികയായിരുന്നു. ഇപ്പം ഞാൻ ഡയബറ്റീസായി. വല്ലവരും മധുരം കഴിക്കുന്ന കാണുമ്പം വെള്ളം മെഴുങ്ങിക്കൊണ്ടിരിക്കും. മനസ്സിലായി? അതെ, അന്ന് അമ്മ പറഞ്ഞു, നീ ഇത് കൂടുതൽ കഴിച്ചാൽ നിനക്ക് അബദ്ധമായി. അതാ ചികിത്സയാണ്. അതെ, മധുരം അധികം കഴിക്കരുത്. അതെ. അതുപോലെ തന്നെ എല്ലാവരും, നമ്മൾ കൃഷിയിൽ എല്ലാവരും കൂടെ ചെയ്തത്, എല്ലാവർക്കും എക്സസൈസായി. അതെ, അങ്ങനെ അത് ഒരു കണക്കിന് എക്സസൈസ് മാത്രമല്ല, നമ്മൾ ഭൂമിയെ നിലനിർത്തണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭൂമി കിളർക്കണം. ഭൂമി പ്രകൃതി അത് നിന്നിട്ട് എന്തെങ്കിലും ഉണ്ടായാൽ മാത്രമേ അത് വീണ്ടും വീണ്ടും കിളർക്കുള്ളൂ. അല്ലെങ്കിൽ ഒരു നിശ്ചലത വരും. അതുകൊണ്ടാണ് അപ്പോൾ ആൾക്കാർക്കും അതിനനുസരിച്ച് ഉണ്ടായാൽ മാത്രമേ അത് വരുള്ളൂ എന്നർത്ഥം. അല്ല, എൻ്റെ അഭിപ്രായം ഈ ഭാവിയെ പറ്റി പറയുന്ന ശാസ്ത്രം, അതെ, ജ്യോതിഷം, അതെ അത് പറയുന്നത് ശരിയാ. ഒരുത്തൻ ജോലി ചെയ്യാത്തവൻ്റെ ഭാവി മോശം. അതാണ്. അതുപോലെ തന്നെ അവൻ ജോലി ചെയ്യാത്തവൻ്റെ ഉപദ്രവം അവിടെ ഒന്നും വളർക്കില്ല. പിന്നെ എൻ്റെ വീട്ടിൽ കപ്പയുണ്ട്, അടുത്ത വീട്ടിൽ നിന്ന് മോഷ്ടിക്കാൻ പോകും. അത് പറ്റും, മനസ്സിലായി? അപ്പോൾ സ്വഭാവം മാറും. അപ്പം കപ്പ മോഷ്ടിച്ച് പഠിച്ച ഞാൻ ജയിലിൽ ചെന്ന് അവസാനിക്കുമെന്നുള്ളത് ജ്യോതിഷം. അതായത് നീ ശരിയായി ചെയ്തില്ലെങ്കിൽ ചെയ്യാത്തവനാണ്. അപ്പോൾ വേണ്ടാത്ത കള്ളമൊക്കെ കുടിച്ചു കൂട്ടുന്നു, നിനക്ക് വേണ്ടാത്തതൊക്കെ ചെയ്യുന്നു, സമൂഹത്തിന് ദോഷമാണ്. പണ്ട് നമ്മൾ ഈ അഴുക്കെല്ലാം കൂടെ കൂട്ടി അതെല്ലാം വളമാക്കി ഉപയോഗിക്കും. അതുപോലെ തെങ്ങിനൊക്കെ തളവെടുക്കും, വെള്ളം അവിടെ നിർത്തും. പിന്നെ പച്ചല എന്താ വെച്ചാൽ അവിടെ കൊണ്ടുപോയിടും. അതെ, അപ്പൊ അതിന്റെ ചകിരി കൂട്ടിയിടും. അതെ. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള വീട്ടുകാരനും പട്ടിണി കിടന്ന് മരിക്കുകയല്ല എന്നുള്ളത് ആ ജ്യോതിഷം. അവിടെ ഫലവൃക്ഷം കണ്ടാൽ അതിന് ശരിയായിരുന്നു. തെങ്ങൊക്കെ നല്ലതായിട്ട് നമ്മൾ നോക്കുമായിരുന്നു. എല്ലാവരും ആ തെങ്ങിൻ്റെ അവിടെ ഒരു കാച്ചിലോ എന്തെങ്കിലും വെക്കുകയും ചെയ്യും, 4 വശത്തും. അപ്പോൾ ആ വെള്ളം കൊണ്ട് തന്നെ അത് രണ്ടും ഉണ്ടാവും. പിന്നെ ഈ കരിക്കുമൊക്കെ നല്ല ഡ്രിങ്ക്, ഈ ഇപ്പം ഈ കഴിക്കുന്ന ഇതിൻ്റെ ഉള്ള അതല്ല, ഇപ്പം അതന്നെ നല്ലത് കിട്ടുമെന്ന് നിശ്ചയില്ലാത്ത മട്ടായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ മറ്റേതിനെ പഴിക്കരുത്, അതാണ് പ്രധാനമായിട്ട് വേണ്ടത്. അത് നല്ലതാണ്. എന്നാൽ അല്ലെങ്കിൽ മനസ്സിലാക്കാതെ അത് ശരിയല്ല എന്ന് പറയുന്നത് ശരിയല്ല, ഒന്നിനെയും പഴിക്കരുത്. എന്നാൽ ഈ മനുഷ്യന് വഹിക്കത്തക്ക ഇപ്പം ഈ അലോപ്പതി മരുന്നിൻ്റെ ബില്ല് പേ ചെയ്യാൻ നമ്മളെ കൊണ്ടുപോവുകയില്ല. ഈ ജ്യോതിഷം ഭാവി പറയാം. ഇപ്പം പഠിക്കാത്ത കുട്ടി ജയിക്കത്തില്ല, മനസ്സിലാകുന്നത്. അതുകൊണ്ട് ശരിയായിട്ട് പഠിക്കാൻ ഇപ്പം ഞങ്ങളൊരു വീട്ടിൽ പോയി, ആ കുട്ടി സ്കൂളിൽ ലേറ്റായിട്ടേ വരുള്ളൂ. അത് എത്ര പറഞ്ഞാലും ലേറ്റായിട്ടേ വരുള്ളൂ. അപ്പം
അവിടുത്തെ അമ്മയെ കണ്ട ഈ കുഞ്ഞിങ്ങനെ ലേറ്റായിട്ടാണ് വരുന്നത് എന്നൊക്കെ പറയാനായിട്ട് പോയി. സാർവന്മാരും ഞാനങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ആ അമ്മ രോഗിയായി കിടക്കുക, അപ്പൻ മരിച്ചുപോയി. ഈ കുഞ്ഞ് 2 വീട്ടിൽ പോയി പാത്രം കഴുകി കൊടുത്തേച്ചാണ് സ്കൂളിലേക്ക് വരുന്നത്. അപ്പോഴത്തേക്ക് ലേറ്റായി പോകും. അപ്പോൾ കേസ് പറയാൻ ചെന്ന് ഞാൻ പറഞ്ഞു, ഈ കുട്ടി ഇനിയും മുതൽ പാത്രം കഴുകാൻ പോകണ്ട, ഫീസ് ഞാൻ കൊടുത്തോളാം, കുട്ടിയുടെ ഫീസ് ഞാൻ കൊടുത്തോളാം, ഫീസിനാണല്ലോ പാത്രം കഴുകാൻ പോണത്. അപ്പോൾ അത് ഈ കുഞ്ഞ് ഇത് പരീക്ഷയിൽ ജയിക്കുകയില്ല എന്ന് പറയാം. കുഞ്ഞിന് ജയിച്ചു. പക്ഷെ കുഞ്ഞിന് പരീക്ഷ എഴുതാൻ യോഗ്യതയുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെയാണല്ലോ വേണ്ടത്. അപ്പം ജ്യോതിഷം അതായത് ഈ കുട്ടി ക്ലാസ്സിൽ മുടക്കി വരുന്നില്ലെങ്കിൽ തോക്കുമെന്നുള്ളത് ജ്യോതിഷം. മനസ്സിലായി? നമുക്ക് അങ്ങനെ അതുപോലെ തന്നെ അനാവശ്യമായ ഭക്ഷണം കഴിച്ചാൽ വീർത്തും അങ്ങനെയൊക്കെയുള്ള സംഗതികൾ പറ്റില്ല. നമുക്കുള്ളതിനെ ഉപയോഗിക്കാനും സ്നേഹിക്കാനും പഠിക്കണം. അത് വളരെ ആവശ്യം. തമ്മിലും പ്രകൃതിയിലുള്ള എന്തായിട്ടും നമ്മൾ അതെ എല്ലാവരും ഇതാണെന്ന് കണക്കാക്കി ചെയ്യണം. മതത്തെ സ്നേഹിക്കാൻ പഠിച്ചു കഴിയുമ്പോൾ മനുഷ്യനെ സ്നേഹിക്കാൻ പഠിക്കും. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു മീറ്റിങ്ങിന് ഞാൻ പോയിരുന്നു, ചുമ്മാ സമയമുണ്ട്. എന്തായാലും ഒരു കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് ഒരു അമ്മ വന്നു. എല്ലാവർക്കും ആ കുഞ്ഞിനെ എടുക്കണം, ഞെക്കണം. ഞാൻ പറഞ്ഞു കുഞ്ഞിനെ കൊല്ലരുത്. അതായത് ആ കുഞ്ഞെ ആ ചത്ത് കിടന്ന സമൂഹത്തെ ഉയർപ്പിച്ചു. ആ കുഞ്ഞ് വന്നപ്പോഴത്തേക്ക് എല്ലാവരും ഉയർന്നു. അതായിരുന്നു പണ്ട്. ഇപ്പം ആ കുഞ്ഞിനെ നോക്കാൻ ആളില്ല. എല്ലാവരും വിട്ടുപോകും. ഇവരുടെ ആ ഉരിഞ്ഞ മുണ്ടൊന്ന് ഉടുക്കാനൊന്ന് പിടിച്ചോന്ന് പറയാൻ പോലും പിടിക്കുക. അത് ഈ സമൂഹം എൻ്റെ ആവശ്യമായിട്ട് കാണണം. എല്ലാവരും കാണണം. ആരോഗ്യം ചില വ്യവസ്ഥകൾക്ക് വിധേയപ്പെട്ടിരിക്കണം. പിന്നെ ജീവിതം മുഴുവനും ചില വ്യവസ്ഥകൾക്ക് അനുകൂലമാകണം. ഇപ്പം ഈ യോഗ ഇപ്പം സ്കൂളുകളിലൊക്കെ ഏർപ്പെട്ടു. പിള്ളേർ കളിക്കുന്നു, അവിടെ നടന്നു. അതൊക്കെ ആകുമ്പോൾ നല്ലത് വരും. അങ്ങനെ ജ്യോതിഷത്തെ കളിയാക്കി ഞങ്ങൾക്കൊരു കഥയുണ്ട്. ഒരു ആള് വന്ന് ജ്യോതിഷൻ എന്ന് പറഞ്ഞു, ഒരമ്മയ്ക്ക് ഗർഭവതിയാണ്. വന്നേച്ചോ പറഞ്ഞു, കുട്ടി ആൺകുട്ടിയായിരിക്കും. അപ്പം അന്നൊക്കെ ഈ ആൺകുട്ടികൾ വേണമെന്നുള്ളൊരു മോഹം ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഒടുക്കം പ്രസവിച്ചപ്പോൾ പെൺകുട്ടിയാ. അപ്പം ഇയാൾ പറഞ്ഞു, അവിടുത്തെ ആ ഉപ്പുമലത്തിൻ്റെ മുകളിൽ ഞാൻ വെച്ചിട്ടുണ്ട്, പെണ്ണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആണ് അല്ല പെണ്ണെന്ന് പറഞ്ഞു പോകുന്ന നിങ്ങൾക്ക് മുഴുവൻ സങ്കടമായിരിക്കും. മറ്റേ ജനിച്ചു കഴിഞ്ഞ സങ്കടം വരികയുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പം അത് ആ പറഞ്ഞു കൊടുക്കുന്നതിലും ആ സമൂഹ വ്യവസ്ഥയും ആ ഒരു യുക്തിയും അതേമാതിരി മറ്റൊരു സന്തോഷം വരുത്താനുള്ള തരത്തിൽ പെരുമാറണം എന്നർത്ഥം. ഞാൻ പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇപ്പോഴത്തെ നിലയ്ക്ക് നമുക്ക് പുതിയ ശാസ്ത്രപ്രകാരം നമ്മളൊക്കെ പറയുക, ഭൂമി ഇങ്ങനെ നിൽക്കുന്നതല്ല, ഇളകുന്നതല്ലേ ഭൂമി ദിവസവും വെളിച്ചായാൽ ഇങ്ങനെ ഉരുളല്ലേ ചെയ്യണത്. അപ്പം അതിന് ആ ഒരു പ്രകൃതിക്ക് അനുസരിച്ച് ആവണ്ടേ നമ്മളൊക്കെ നിലനിൽക്കാൻ. നമ്മളിപ്പോൾ ഒരു വാഹനത്തിൽ ഇരിക്കുകയാണ് വിചാരിക്കുക, ആ വാഹനം നീങ്ങുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഇരുന്നാലല്ലേ സുരക്ഷിതത്വമുള്ളൂ. അപ്പം അതേപോലെ തന്നെ ഈ പ്രകൃതിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ ആ പ്രകൃതിക്ക് യോജിച്ച തരത്തിലാവണ്ടേ നമ്മുടെ
പ്രവർത്തനം. അപ്പം ഞാൻ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ വാഹനത്തിലിരിക്കുമ്പോൾ നമ്മൾ ആ വാഹനത്തിൻ്റെ ഇതിനനുസരിച്ചിരിക്കുക. അതേമാതിരി ഭൂമി തിരിയുന്നതായതുകൊണ്ട് ഭൂമി പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ട് തിരിയല്ലേ ചെയ്യണത്. അതേമാതിരി കൊല്ലത്തിലൊരിക്കൽ ഭൂമി സൂര്യന് പ്രദക്ഷിണം വെക്കണു. നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ സൂര്യനാണ് പ്രധാനം എന്നുള്ളത്. അപ്പോൾ ആ തിരിച്ചിൽ വരുമ്പോൾ തെക്ക് വടക്കും കിഴക്ക് പടിഞ്ഞാറും എന്നുള്ള ദിശയുണ്ടായി എന്നർത്ഥം. അല്ലെങ്കിൽ നമുക്കൊരു ദിശാബോധം ഉണ്ടായി, നമുക്കൊരു ഉന്നം ഉണ്ടായി. ആ ഉന്നം കാരണമാണ് നമ്മളൊക്കെ ഗൃഹം പണി ചെയ്യുമ്പോൾ ഈ കിഴക്ക് പടിഞ്ഞാറും തെക്ക് വടക്കും വേണമെന്ന് പറയണത്. അതെ, അതായത് വായു കയറണം, വായു കയറണം, ഓടണ മഴ അടിച്ച് കയറണം. ആ ഓടണ പ്രകൃതിക്കനുസരിച്ചല്ലേ നമുക്ക് കാറ്റ് കിട്ടുക. അപ്പോൾ ഭൂമി അങ്ങനെ തിരിയുന്നുണ്ടെങ്കിൽ ആ ഓടണ ഭൂമിയുടെ തിരിച്ചലിനനുസരിച്ച് നമുക്ക് കാറ്റും കിട്ടുക. അപ്പോൾ എന്ത് വരുന്നു, നമ്മൾ ആ പ്രകൃതിക്കനുസരിച്ച് വരുമ്പോഴാണ് ഈ പ്രകൃതിയുടെ പ്രാധാന്യം നമുക്ക് അറിയുക. അപ്പോൾ അതാണ് നമ്മളൊക്കെ ഈ ഗൃഹം പണിയോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മുടെ സംരക്ഷണ ഉപാധിയിൽ പെടുത്തി പ്രകൃതിക്ക് അനുസരിച്ച് ചെയ്യണമെന്നർത്ഥം. അതെ, പ്രകൃതി മഴ വെയില്, അപ്പൊ അതിനെ നമുക്ക് കാറ്റ്, അതിനെ സംരക്ഷിക്കും വേണം, അത് നമ്മളെ ഏൽക്കുവരുത്. അതെ, അത് ആവശ്യമുള്ളിടത്ത്, അതായത് മഴയുടെ സീസണിൽ മഴ നമുക്ക് അനുഭവപ്പെടാണ്ടിരിക്കണം. ചൂടുള്ള കാലത്ത് ആ ചൂടിനെ കാറ്റ് കയറണം. അതെ, അങ്ങനെ. അപ്പൊ അതിനനുസരിച്ചാണ് നമ്മൾ ഗൃഹാദികളൊക്കെ പണ്ടത്തെ നമ്മുടെ പൂർവികര് നമുക്ക് പറഞ്ഞു തരണേന്നർത്ഥം. ആയുർവേദത്തിൻ്റെ ആയാലും ജ്യോതിഷമായാലും ഏത് തരത്തിലുള്ളതായാലും നമ്മുടെ ഉന്നം നമുക്ക് പ്രകൃതിക്ക് യോജിച്ച് എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കി ജീവിക്കാനുള്ള മാർഗം, അല്ലെങ്കിൽ അതിനുള്ള ഞാൻ അതായത് മനുഷ്യന് ജീവിക്കാനാണ് ദൈവം ഈ ലോകം സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പണം റബ്ബർ വെച്ച് ആദായം ഉണ്ടാക്കാനായി. ഇപ്പം റബ്ബറാണ്, എന്നിട്ട് കപ്പയില്ല. മറ്റേ കപ്പയോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനും നമ്മുടെ നിലനിർത്താനും എന്തോ അതാണ് നമ്മൾ കൃഷി ചെയ്യുക. അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഭൂമിയുടെയും വിളവ് ഉണ്ടാവുക. ഭൂമിയും പുഷ്പിക്കുക എന്ന് പറയും. അതെ, ഒരു പുഷ്പവതി ആവുക വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത്. അത് ഭൂമി ഉൽപ്പാദിപ്പിക്കണം വെച്ചാൽ നമ്മൾ ആ പ്രകൃതിയോട് യോജിച്ച തരത്തിൽ വേണം നമ്മൾ പെരുമാറാൻ. ഇതൊക്കെ സ്കൂളുകളിലും പഠിപ്പിക്കണം, എന്നാലേ ആവുള്ളൂ. അതൊരു ആവശ്യമാണ്. അതിൽ നിന്ന് കിട്ടും നമുക്ക് ഒന്നും രണ്ടും ഒക്കെ കിട്ടും, അറിവും കിട്ടും. അതെ, വളരെ അറിവ് കിട്ടും. ഞാൻ അങ്ങനെയുള്ള വീട് കണ്ടു. ഈ കാറ്റൊക്കെ ധാരാളം ഈ കാറ്റൊക്കെ കിട്ടണ വെച്ചാൽ നേർക്ക് വാതിലോ ജനലോ കാറ്റ് വരാനും പോവാനുള്ള സംവിധാനം വേണം. അതല്ലെങ്കിൽ ഒരു ദിക്കിൽ കാറ്റ് തടുത്താൽ നമുക്ക് പറ്റുമോ? അതെ, അതാണ് പ്രകൃതിയുടെ പ്രാധാന്യം എന്നർത്ഥം. അതധികം പ്രസംഗിക്കണം. സ്കൂളിലെ അടിസ്ഥാനമായിട്ടുള്ള വിദ്യാഭ്യാസത്തിൽ ചേർക്കണം. ഒരു പാഠം വെള്ളത്തെ പറ്റി, ഒരു പാഠം കൃഷിയെ പറ്റിയും ഒക്കെ വേണം. അങ്ങനെ നമ്മൾ 4 ക്ലാസ് പഠിച്ചു കഴിയുമ്പോൾ ജീവിക്കാൻ പഠിക്കണം. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ. പ്രകൃതിയോട് പിണങ്ങുമ്പോഴേ ആ പ്രകൃതി നമ്മളോട് പിണങ്ങും. ഇതൊക്കെ പണ്ട് നമ്മളൊക്കെ ആയിരുന്നു സിലബസ് നിശ്ചയിക്കുന്ന, വല്യപ്പനും വല്യമ്മയെല്ലാം കൂടെ. ഇപ്പം വലിയ പഠിത്തക്കാരെല്ലാം കൂടെ നിശ്ചയിച്ചപ്പം അനർത്ഥം വരുന്നെന്ന് അതിൻ്റെ കാര്യം. അതിനൊക്കെ പിന്നെ ഒന്നേ പറ്റുള്ളൂ നമുക്കൊക്കെ. അങ്ങനത്തേനൊക്കെ നല്ലത് ഉണ്ടാവാൻ തോന്നിക്കട്ടെ എന്ന് നമ്മുടെ എല്ലാവരുടെയും ഈശ്വരന്മാർ പ്രാർത്ഥിക്കുക മാത്രമേ പറ്റുള്ളൂ. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും പറ്റിയ ഒരു സംവിധാനം ഉണ്ടാക്കാൻ പറ്റുക. ഞാൻ സാറിൻ്റെ ബ്രദർ എഴുതുന്ന മനോരമ, എൻ്റെ നാള് വിശാഖ. അപ്പോൾ എൻ്റെയും വിശാഖം തന്നെയാണ്, രണ്ടും ഒന്ന് തന്നെയാണ്. ആണോ? അതെ. നമ്മൾ മറ്റുള്ളതിനെ വിമർശിക്കാനല്ല,
അതിൻ്റെ സത്യം കണ്ടുപിടിക്കാനാണ് ശ്രമിക്കേണ്ടത്. ആ വിദ്യാഭ്യാസം അതന്നെ. ആ കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ട് എല്ലാവർക്കും വേണ്ട വിധത്തിൽ മനസ്സിലാക്കി കൊടുക്കേണ്ട, അതാണ് വിദ്യാഭ്യാസം. എന്നോട് പലരും ചോദിക്കും, ഞാനിങ്ങനെ ഈ സ്ഥാനത്ത് വരാൻ എന്നെ അധികം സഹായിച്ചത് ആര് എന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും, അങ്ങനെ ഒരാളിനെ പറയാനൊന്നുമില്ല. എന്നാൽ ഞാൻ ഇപ്പോൾ പറയും ശംഖു എന്ന്. ശംഖു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തേങ്ങ ഇടുന്നയാൾ. കാര്യം അവൻ തേങ്ങ ഇട്ടെങ്കിൽ ഫീസ് കൊടുക്കാനും ഫീസ് കൊടുത്തില്ലേ പഠിപ്പിക്കാനും പറ്റുള്ളൂ. പഠിച്ചില്ലാതിന് എന്നെ ഇവിടെ ബിഷപ്പാക്കുക. അപ്പോൾ ഞാൻ ബിഷപ്പാകാൻ സഹായിച്ചത് ഞങ്ങൾക്ക് തേങ്ങ ഇടുന്ന ശംഖുപതിയാണ്. അതായത് പ്രകൃതി തരുന്ന ഒരു സമ്പത്ത് പറയാം. എൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് ജോലി, എൻ്റെ വല്യപ്പച്ചൻ കൃഷിക്കാരന്. അപ്പോൾ പ്രകൃതി തരുന്നത് കൊണ്ടാണ് ജീവിക്കുന്നത്. അങ്ങനെ നമുക്ക് പ്രകൃതി തരുന്ന നമ്മുടെ ആരോഗ്യമായാലും ഗൃഹമായാലും എല്ലാം നമുക്ക് തരുന്നത് അങ്ങനെയാണ്. അത് അവൈലബിൾ ആക്കണം. അവൻ തെങ്ങ നിന്നാൽ എനിക്ക് 10,000 രൂപ ഫീസ് കൊടുക്കാൻ പറ്റുള്ളൂ. അവന് കയറാൻ അറിയാം, എനിക്ക് കയറാൻ അറിയാം. അപ്പോൾ നമുക്ക് അതിനു വേണ്ടി പ്രാർത്ഥിക്കും കൂടി വേണമെന്നർത്ഥം. നല്ല പറ്റുള്ളൂ. അപ്പോൾ അവൻ എൻ്റെ ആവശ്യമാണ്. അപ്പോൾ ഇന്ന് ഞാൻ വിദ്യാഭ്യാസം BA പാസ്സായത് അവൻ സമയത്ത് തേങ്ങ ഇട്ടതാണ്. അങ്ങനെയാണ്. ആരെയും തേങ്ങ ഇടാൻ കിട്ടൂല. ഇന്നേ തെങ്ങുമ്പിൽ കയറാൻ ആരുമില്ല, തേങ്ങ തന്നെ വീഴണം. അതുകൊണ്ട് നമുക്കൊരു സമൂഹം, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനുള്ള സമൂഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അതിന് പ്രാർത്ഥിക്കേ പറ്റുള്ളൂ. എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന വിധത്തിലുള്ള ഒരു സമൂഹം. അപ്പം ഞാൻ പറയും, ഞാൻ ഒരു എന്നാ ശാസ്ത്രം, തച്ച് ശാസ്ത്രം എന്ന് പറയാ. ഗൃഹത്തിന് തച്ച് ശാസ്ത്രം അല്ലെങ്കിൽ ജ്യോതിഷം. ജ്യോതിഷ സാറുമായിട്ട് സംസാരിച്ചു. സാറ് പറഞ്ഞു, ആലോചിച്ച് ബുദ്ധിപൂർവം പ്രവർത്തിച്ചില്ലെങ്കിൽ നിന്റെ ഭാവി മോശമാണ്. അതാണ് ജ്യോതിഷം എന്ന് പറയാതെ എന്ന് പറയും. അതെ, അങ്ങനെ എന്നെ ബുദ്ധിമാനാക്കിയതിനോട് നന്ദി അറിയിച്ചു. സന്തോഷം. അടിയന്തരാവസ്ഥയിൽ അറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പറ്റി. അപ്പം അദ്ദേഹം പാർട്ടിയുടെ ചെയർമാനും ഞാൻ സെക്രട്ടറിയായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് എത്രയോ വർഷങ്ങൾ. അദ്ദേഹത്തിന് ഓർമ്മ നഷ്ടപ്പെട്ടു. വിവേകാനന്ദൻ മരിക്കുമ്പോൾ നിവേദിതയുടെ കാല് കഴുകി. അപ്പം അദ്ദേഹം ചോദിച്ചു, വൈ യു ഡു ഇറ്റ്? ക്രൈസ്റ്റ് ഡിഡ് ഇറ്റ്. ക്രിസ്തുദേവൻ അത് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ചെയ്യണം.